ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്താ പറയുക, നമ്മളെ ആദ്യം തന്നെ പറയാണ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ചിലപ്പോൾ ചില ലാഗ് ഉണ്ടാവും, ക്ഷമിക്കുക. ചിലപ്പം സംസാരിക്കുമ്പോൾ ചിലപ്പം ചെറിയ തെറ്റുകളൊക്കെ പറ്റും. വേറെ ഒന്നുമില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്ത നമ്മളെ വീഡിയോ ട്രെയിലർ എമ്പുരാൻ്റെ ഇന്നലെ രാത്രി റിലീസായി. എന്താ പറയുക, ഒരു നെഗറ്റീവ് പോലെ തന്നെ നമ്മൾ ഒരു ഓൾറെഡി ഒന്ന് നമ്മൾ കഴിഞ്ഞു ഇവിടെ എത്തി. ഇപ്പം കേൾക്കുന്നത് എമ്പുരാൻ്റെ തമിഴ് വേർഷനും ഹിന്ദി വേർഷനും ലീക്കായി ട്രെയിലർ എന്നാണ്. മാത്രമല്ല നമ്മൾ 1/8 ഇന്ന് 1/8 ഉച്ചയ്ക്ക് ഇറങ്ങുന്ന ട്രെയിലർ ഇറങ്ങിയത് ഇന്നലെ രാത്രി റിലീസായി. പെട്ടെന്ന് ഞാൻ റിലീസായി അപ്പം തന്നെ സംഭവമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യാൻ ഒന്നും പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും, ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ട്രെയിലർ എടുത്ത് റിയാക്ട് ചെയ്യാതെ ഇപ്പം നിൽക്കുന്നില്ല. എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു കോഡിങ് ചെയ്യാനുള്ള, ഡീകോഡിങ് ചെയ്യാനുള്ള വീഡിയോസ് എന്തായാലും, ഒരു ഡീകോഡ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അപ്പോൾ അതിനൊക്കെ മുന്നേ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ട്രെയിലർ കണ്ട സന്തോഷം നിങ്ങളെ അറിയിക്കുക. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്ത് പോകാൻ പറ്റുന്ന ചെയ്യാച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന മുമ്പേ ഒന്ന് ചെയ്യാണ്. വേറെ ഒന്നുമില്ല, ആദ്യം പറയേണ്ടത് 1/8 ഉച്ചയ്ക്ക് വരേണ്ട ട്രെയിലറാണ്. തലേ ദിവസം വന്നു, കാരണം പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തത് വേറെ കാര്യമുണ്ട്. ട്രെയിലർ ഇന്നലെ രാത്രി 11:08 റിലീസായതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നത് ഒരു 11:10 ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. 11:15 ആകുമ്പോൾ തന്നെ ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ട്. അപ്പോൾ 11:08 റിലീസ് ചെയ്തതെന്ന് എനിക്ക് ഡൗട്ട്. കറക്റ്റ് ടൈം, എക്സാക്ട് ടൈം ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു 108 ഉണ്ട്. കാരണം നമ്മൾ ഈ പൃഥ്വിരാജിനെ ഇലുമിനാറ്റിയുടെ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു രീതിയിൽ ചിന്തിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാണേ, 11:08 അതിൽ ഒരു 108 ഉണ്ട്. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, മേ ബി. കാരണം ആ ട്രെയിലർ ലോഞ്ച് ചെയ്ത് അറിയിച്ചു കൊണ്ടെന്നുള്ള പോസ്റ്റിൽ ആ ടാഗ് ലൈനായിട്ട് കൊടുത്തത് നല്ലൊരു ഡയലോഗാണ്. കാരണം ഓർക്കുക, നിങ്ങളാണ് ഇപ്പം ഈ സമയത്ത് ചെകുത്താനെ വിളിച്ചു വരുത്തിയതെന്ന്. അങ്ങനെയാണ് അതിൽ പറയുന്നത്. കാരണം അപ്പം ആരെങ്കിലും അറിഞ്ഞ് പണി കൊടുത്തതാണെങ്കിൽ അവർക്കുള്ള ഒരു താക്കീത് പോലെ നിങ്ങൾ ഓർത്തോളാം, ചെകുത്താനെ നിങ്ങളാണ് ഈ ടൈമിൽ വിളിച്ചു വരുത്തിയത്. കാരണം പിറ്റേന്ന് ഉച്ചയ്ക്ക് നമ്മൾ വേറെ ട്രെയിലറാണ് കുറച്ച് നേരത്തെ വന്നത്. അതെന്തോ ആട്ടെ, ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ സത്യത്തിൽ എന്താ പറയുക, ഇപ്പം ഞാൻ ഒരു മലയാളം ട്രെയിലർ അല്ല, അതൊരു മലയാള സിനിമയുടെ ട്രെയിലറാണെന്ന് ഒരിക്കലും തോന്നില്ല. അതൊരു ഇന്ത്യയിലെ, അതായത് ഞാൻ സത്യം പറയട്ടെ, എമ്പുരാൻ ഇപ്പം നമ്മളെന്താ പറയുക, മലയാളത്തിലെ ഇതൊരിക്കലും ഒരു മലയാള സിനിമയായിട്ട് നമുക്ക് തോന്നുന്നില്ല, ഒരിക്കലും തോന്നില്ല. എനിക്കിത് അറിയേണ്ടത്, കാരണം ഈ 3 മിനിറ്റും 51 സെക്കൻഡുള്ള ട്രെയിലറിൽ നമ്മൾ കണ്ടത് തിയേറ്ററിൽ പോയി ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്ത് കാണുമ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ മുന്നത്തെ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ത്യയിൽ മേ ബി ഇതുവരെ ഇറങ്ങിയത്, ഞാൻ KGF, ബാഹുബലി ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറയാണ്, നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന 27-ാം തീയതി ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും ഗ്രാൻഡിയർ ആയിട്ടുള്ള സിനിമ ആവാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. എന്താണ് ട്രെയിലർ എന്നൊക്കെ പറഞ്ഞാൽ, ഇങ്ങനത്തെ ട്രെയിലർ എനിക്ക് ഈ ട്രെയിലർ കാണുന്ന വരെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ട്രെയിലർ ലൂസിഫറിൻ്റെയാണ്. ഗംഭീര ട്രെയിലറാണത്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ ട്രെയിലറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ കൊടുത്തിട്ട് കാര്യങ്ങൾ, എന്താ പറയുക, നമുക്കറിയാം ആ ഒരു പൃഥ്വിരാജിൻ്റെ ടച്ച് എല്ലാ മേഖലയിലും എല്ലാത്തിനും ഉണ്ടാവും. അപ്പം ഒരു ഹൈ ക്ലാസ് എവിടെയാണ് നമ്മൾ. അപ്പോൾ ട്രെയിലറിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം അത് വേറൊരു ലെവലിൽ, വേറൊരു ലീഗിൽ പോയി നിൽക്കുന്ന ട്രെയിലറാണ് അത്. നമുക്ക് പിന്നെ വരേണ്ടത്, നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ഇതിൽ കണ്ടോന്നാണ്. സത്യം പറഞ്ഞാൽ സർപ്രൈസിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊന്നും റിവീൽ ആയതിട്ടില്ല. നമ്മൾ ഇതുവരെ അറിഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിനും വ്യക്തമായിട്ട്, എനിക്കൊന്നും അതുമാത്രമല്ല, നമ്മളെ ആ സിനിമയിലുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിനും കാണിച്ചിട്ടുണ്ട് ഈ ട്രെയിലറിൽ. എല്ലാവരും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അതിൻ്റെ കൂടെ സ്റ്റിൽ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മളെ ഡ്രാഗൻ്റെ ആ ചേട്ടനും. പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു, എനിക്ക് ട്രെയിലർ കണ്ടപ്പം തോന്നിയ 2-3 കാര്യങ്ങളുണ്ട്. സസ്പെൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ആ ഡ്രാഗൻ, കാരണം നിങ്ങൾ ട്രെയിലർ കണ്ടാൽ അറിയാം, നമ്മൾ പോസ്റ്ററിൽ ഇറങ്ങിയ വൈറ്റ് ഷർട്ടിൽ റെഡ് ഡ്രാഗനാണ്, എന്നാൽ ട്രെയിലറിലുള്ള ആൾ ബ്ലാക്ക് ഷർട്ടാണ്. സെയിം ഡ്രാഗൻ തന്നെയാണ്. എനിക്ക് കറക്റ്റ് ഞാൻ പറയുന്നത്, എനിക്ക് ഫഹദ് ഫാസിലിൻ്റെ ബാക്ക് സൈഡ്, നമ്മൾ പുറകു ഭാഗം മാത്രമേ കാണുന്നത്, എനിക്ക് ഫഹദ് ഫാസിലായിട്ടാണ് തോന്നുന്നത്. കറക്റ്റ് ഫഹദ് ഫാസിലാണത്, ഒരിക്കലും ലോൺലി അല്ല. എനിക്കത് ഫഹദ് ഫാസിലിനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് തോന്നിയെന്ന് അറിയില്ല. അപ്പം ഞാൻ ചിന്തിച്ച് എൻ്റെ വക ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം പോസ്റ്ററിൽ കണ്ട ആളും ഈ ട്രെയിലറിൽ കണ്ട ആളും വേറെ ആണ്. ഈ ട്രെയിലറിൽ കണ്ട ആൾ ഫഹദ് ഫാസിലാണെങ്കിലോ പോസ്റ്ററിൽ കണ്ട ആള് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലീഡറായ
ഡോൺലി ആണെങ്കിലോ ഡോൺലി ഇനി എമ്പുരാൻ്റെ പാട്ട് തേയിൽ വരുന്ന ഒരു ക്യാരക്ടർ ആണോ എന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് എന്തും നമുക്ക് ഗസ് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ട് എനിക്കിപ്പം തോന്നിയൊരു കാര്യം ജസ്റ്റ് പറഞ്ഞുള്ളൂ. കാരണം ട്രെയിലറിൽ കാണിച്ച ആളാ തിരിഞ്ഞു നിൽക്കുന്ന ആളാണെന്ന് അറിയില്ല. പക്ഷെ ട്രെയിലറിൽ കാണിച്ച ആള് ജസ്റ്റ് ഒരു സൈഡ് തലയുടെ കുറച്ച് ഭാഗം കാണിച്ചിട്ടുള്ളൂ. അത് ഫഹദ് ഫാസിലായിട്ട് എനിക്ക് തോന്നി. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട സൗണ്ടൊക്കെ പറയുന്നത് മലയാളത്തിലാണ്. അത് ഇങ്ങനെയുടെ സൗണ്ട് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ആ ക്യാരക്ടറെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് പോയത് അത് മലയാളം കാര്യങ്ങളാണ് പറയുന്നത്, മലയാളം വാക്കുകളാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്റർനാഷണലി ഉള്ള ക്യാരക്ടർ അല്ല അത്. അപ്പം പോസ്റ്ററിൽ കണ്ട ആളും ഈ ആളും സെയിം ആണോ ഒന്നും അറിയില്ല. അപ്പം സ്റ്റിൽ സസ്പെൻസുകളൊക്കെ അങ്ങനെ തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 1, 2, 3 ക്യാരക്ടേഴ്സിനെ എനിക്കിതിലിപ്പോൾ 3 ക്യാരക്ടേഴ്സാണ് സസ്പെൻസ് ആയിട്ട് ഈ ട്രെയിലറിലുണ്ട്. ഒരാളെ പോസ് ചെയ്ത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഈ ട്രെയിലർ കണ്ട സന്തോഷം ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് അറിയിക്കാവുന്നതാണ്. കാരണം എനിക്ക് കറക്റ്റായിട്ട് പല കാരണങ്ങളുണ്ട്. ട്രെയിലർ മാറ്റി വെച്ച് ഓഫീസ് ഉള്ള ഡേയിലായിപ്പോയി. അതുകൊണ്ട് മാത്രമല്ല, വേറെയും ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ടൈമിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാണ്. കാരണം ഞാൻ എപ്പോഴും എമ്പുരാനെ കുറിച്ചുള്ള വീഡിയോയിൽ പറയുന്ന പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് എത്ര വേണം എക്സ്പെക്ട് ചെയ്യാം. ഈ സിനിമയുടെ എത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അതിൻ്റെ മുകളിൽ ഈ സിനിമ പോവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എന്നും ഉണ്ടായിരുന്നു. അത് ഈ ട്രെയിലർ കാണുമ്പോൾ അതുകൊണ്ട് ഉറപ്പിക്കുകയാണ്. ഇനി ബാക്കി നമ്മൾ ഒരാഴ്ചകൾ തിയേറ്ററിൽ പോയിട്ട് ആ മഹാസംഭവം കാണാം. ലാലേട്ടൻ ഇൻട്രോ ഒന്നും പറയണ്ട. ഞാൻ തിയേറ്ററിൽ നിന്ന് നമ്മൾ ചാടി എണീക്കാൻ പറ്റിയ 2-3 സാധനങ്ങൾ ട്രെയിലർ തന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ആ ഒരു മഴയത്ത് കൊടകളിലൊക്കെ ഇടയിൽ കൂടെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ഇങ്ങനെ വരുന്ന സീനുണ്ട്. പിന്നെ നമ്മൾ ടീസറിൽ കണ്ട ആ ഒരു ഇതിലുണ്ട് ആ വാടാന്ന് പറയുന്ന സീനിൽ നിങ്ങൾക്ക് മനസ്സിലായി. ആ ക്ലൈമാക്സ് ഫ്ലൈറ്റ് ആയിരിക്കും മേ ബി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് അതുണ്ട്. പിന്നെ ഇബ്രാഹിം ഖുറേഷിയായിട്ട് ഒരുപാട് സീനുകളുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എപ്പോഴും ലാലേട്ടൻ്റെ ഇംഗ്ലീഷ് വെക്കാബുലറി ഇതിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളൂ, ഒരു ഡയലോഗ് ചെറിയ, പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം പൃഥ്വിരാജ് ആയതുകൊണ്ട് മറ്റേ ടോവിനോ മുന്നേ പറഞ്ഞ പോലെ അമേരിക്കൻ ഇംഗ്ലീഷ് പറയാൻ ഡബിങ്ങിൽ ഇതാക്കിയ പോലെ പൃഥ്വിരാജ് ആയതുകൊണ്ട് അതും കറക്റ്റായിട്ട് എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്തിട്ടുണ്ടാവും. സോ ആ കാര്യം സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ജെറോം ഫ്ലിൻ്റെ ഒക്കെ ചെറിയ സീനൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഈ എബ്രാഹിം നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ എബ്രാഹിം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ലാലേട്ടൻ നിൽക്കുമ്പം ഒരു തരത്തിലും അതൊരു മലയാളി ആയിട്ടോ അല്ലെങ്കിൽ ആ ഒന്ന് തട്ട് താവണേ പറ്റില്ല. സോ എനിക്ക് അതിൽ പേടിയുള്ളൊരു കാര്യമായിരുന്നു അത് വൊക്കാബുലറി എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൻ്റെ. സോ അതും ഒന്ന് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ, നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഒരു നെഗറ്റീവ് പറയാൻ ഒന്നും ഇല്ലാത്തൊരു സിനിമയായിരിക്കും. ഗംഭീര പെർഫോമൻസും ഗംഭീര എന്താ പറയുക പലതും നമുക്ക് ഞാൻ പറയല്ലേ, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല ഏറ്റവും മികച്ച ഏറ്റവും ബിഗ്ഗസ്റ്റ് മൂവി അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് മൂവി ബാഹുബലി KGF ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ ട്രെയിലർ കണ്ട് നിങ്ങളുള്ള അഭിപ്രായം എന്താ തോന്നിയെന്ന് കമൻറ്റ് അറിയിക്കുക. ഡീറ്റെയിൽ വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ എന്താ പറയുക എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല, ഞാൻ നേരെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.